ഹലോ ഗായ്സ്, രാവിലെ മുഖം ഒന്ന് മിനുക്കാമെന്ന് വിചാരിച്ചു. മുഖത്ത് ഇവിടെയൊക്കെ ഈ കറുത്ത പാട്, ഒരു ചെറിയ കുത്ത് ആയിരുന്നു ഇവിടെ വന്നത്. അതിപ്പം ഇച്ചിരിയൊക്കെ ഒന്ന് വലുതായി. അതുപോലെ ബാക്കിയൊക്കെ മുഖക്കുരുവൊക്കെ നുള്ളിപ്പൊട്ടിക്കണതാണ്. പിന്നെ അവിടെ എവിടെയൊക്കെ ഉണ്ട് കറുത്ത പാടുകൾ. അപ്പോഴും ഞാൻ കുറച്ച് ദിവസം ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഒരു മരുന്ന് ഉപയോഗിച്ചായിരുന്നു. അത് ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ മരുന്ന് ഉപയോഗിച്ചപ്പോൾ മുഖത്തിന് നല്ല ഒരു സോഫ്റ്റ് പോലെയും നല്ല മയമൊക്കെ ആയിരുന്നു. ചെറിയൊരു വ്യത്യാസം പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഞാനത് നിർത്തി വെച്ചായിരുന്നു. പിന്നെ ഇച്ചിരി ഒന്ന് വെയിൽ കൊള്ളുമായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചാൽ അതിന് ശേഷം ഞാൻ വെയിൽ അങ്ങനെ കൊള്ളാറില്ല. മറ്റേത് രാവിലെയുള്ള വെയിൽ 7 മണി തൊട്ട് 8 മണി വരെയുള്ള വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ഇതിന് കരിമങ്കല്ല് എന്നാണ് പറയുന്നത്. ഇതാകണ്ട ഒരു ചെറുതായിട്ട് അറിയാതെ ഇപ്പോൾ ഇച്ചിരി വലുതായി. ചെറിയൊരു കുത്തായിരുന്നു, വലുതായി. അതുപോലെ ഈ കവിളിൻ്റെ ഭാഗത്തും അങ്ങനെ അമ്മക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം മരുന്നൊന്നുകൂടെ. അപ്പം പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ തീർന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് ഉപയോഗിക്കാതിരുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം അതെന്തൊക്കെയാണെന്ന്. അങ്ങനെയാണ് ഞാൻ അതിന് വേണ്ടുന്ന സാധനങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ നമ്മൾ ഈ സലാഡ് വെള്ളരിയില്ലേ, വെള്ളരി ഈ കണ്ണിലൊക്കെ വെക്കുമല്ലോ, നമ്മൾ ഈ മുഖം ഫേഷ്യലൊക്കെ ചെയ്യാൻ നേരത്ത് ഈ സലാഡ് വെള്ളരി അരിഞ്ഞതും ഞാൻ പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്ത് അരിഞ്ഞതും ഉരുളക്കിഴങ്ങ് പകുതി അരിഞ്ഞതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നാരങ്ങ ഞാൻ പിഴിഞ്ഞതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. കോഫി പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ കോഫി. പിന്നെ തേനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ തേനില്ല. അപ്പം ഇത് നമുക്ക് മിക്സിയിലിട്ട് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുത്തിൻ്റെ ഭാഗം അങ്ങനെയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിട്ട് അരച്ചിട്ട് കൊടുത്തതിന് ശേഷം മുഖത്ത് മാത്രമല്ല കഴുത്തിൻ്റെ ഈ ഭാഗത്തും അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഇത് അരച്ചെടുക്കാം. എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾ ഞാൻ പൊടിച്ച് 1/2 കിലോ വാങ്ങിച്ച് പൊടിച്ച് വെച്ചതാണ്. കണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞ സംഭവം എൻ്റെ മോന് 2-3 വർഷത്തിന് മുമ്പ് കസ്തൂരി മഞ്ഞളും പിന്നെ നാരങ്ങ നീരും കൂടെ മുഖത്തിടുമായിരുന്നു, മുഖക്കുരുങ്ങി അങ്ങനെ. അപ്പം അതിന് ശേഷം ഞാൻ വീണ്ടും പൊടിച്ച് വെച്ചായിരുന്നു. ഇപ്പം കസ്തൂരി മഞ്ഞൾ ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം. ഇത് എനിക്കിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വരും കേട്ടോ. ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. കുറച്ചുകൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പക്ഷേ ഇച്ചിരി തൈരും പിന്നെ തേനും കൂടെ വേണമായിരുന്നു. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മുഖത്ത് തേക്കാം. രാവിലെ വെയിൽ കൊള്ളണം കേട്ടോ. രാവിലെയുള്ള വെയിലെന്ന് പറഞ്ഞാൽ 7-നും 8-നും ഇടയിലുള്ള വെയിൽ പോയി. നമ്മളിവിടെ നല്ല വെയിലിൻ്റെ ഒരു ഇതുണ്ട്. കാടെല്ലാം പോയി കഴിഞ്ഞപ്പോഴേ നല്ലതുപോലെ ഇങ്ങനെ ഇട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി നമുക്ക് പാട് കണക്കൊക്കെ തോന്നും. വിചാരിക്കും ഇതൊക്കെ പാടാണ്, തേക്കണ്ട എന്ന്. ആ തോർത്ത് കുളമായി, വെള്ള തോർത്തല്ലേ. ഇങ്ങനെ കണ്ണിൻ്റെ ഇവിടെയും ഒക്കെ നല്ലതുപോലെ. ചിലർ പറയും കുടുംബ പാരമ്പര്യമാണ് എന്ന് പറയും. അത് വെറുതെയാണ്. നമ്മളെ ശരീരത്തിൽ ഓരോന്നിൻ്റെ അളവ് കുറയുമ്പോൾ, ഇപ്പം എനിക്ക് വൈറ്റമിൻ ഡി ഒട്ടുമില്ല, കാൽസ്യം ഒട്ടുമില്ല. പിന്നെ അതുപോലെ ഇനി ഓരോന്ന് നോക്കുമ്പോൾ ശകലവും കാണില്ല. അപ്പം വൈറ്റമിൻ സിയുടെ അളവ് കുറഞ്ഞാലും ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ ശരീരത്തിൽ ഓരോന്നിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഇതിങ്ങനെ വരണത്. അതിന് ആളുകൾ പറയും കുടുംബ പാരമ്പര്യമാണ് എന്ന് പറയും. അത് വെറുതെയാണ്. ഇങ്ങനെ മസാജ് ചെയ്ത് തടവി കൊടുക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഈ തോർത്ത് ഇതിനായിട്ട് തന്നെ ഉപയോഗിക്കാം. ഒരു
അരമണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂർ വെച്ചിരുന്നാലും കുഴപ്പമില്ല. നമ്മളെ മുഖത്തൊക്കെ ഒന്ന് പിടിച്ച് നേരെ ആയതിന് ശേഷം നമുക്കിത് കഴുകാം. അങ്ങനെ ഗൈസ് ഞാനിതാ തേച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് കഴുകിയതിന് ശേഷം നമ്മളെ മുഖം ഒന്ന് കാണാം. ഏകദേശം 3/4 മണിക്കൂറിന് അടുപ്പിച്ച് ഞാൻ വെച്ച് മുഖത്തിങ്ങനെ തേച്ച് വെച്ചിരുന്ന് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേ നമ്മളെ മുഖത്ത് അതിൽ ഒരുമാതിരി വരഞ്ഞ് മുറിവും കണക്ക് തോന്നും. പിന്നെ ഉണങ്ങി പിടിച്ച് വരിഞ്ഞ് മുറിവും കണക്ക് തോന്നും. എന്നാലും നമ്മളത് കഴുകി കളയരുത്. ഞാൻ എന്താ അരമണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ മതി. ഞാൻ പിന്നെ കുറച്ച് 3/4 മണിക്കൂറോളം വെച്ചിരുന്ന് ഗൈസ്. ഇതാ നല്ല ഇതുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ.